യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നെൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു. പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു. പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നെൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നെൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല. അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല. അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നെൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്നെൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് ദൈവശക്തിയാണെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. സുവിശേഷം ദൈവശക്തിയാണ്. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് മാത്രമല്ല, അതെൻ്റെ കടമയാണ്. അത് ഞാൻ നിർവഹിക്കുന്നത്, എൻ്റെ കടപ്പാട് നിർവഹിക്കുന്നത് പോലെയാണ്
എന്നത്രേ അപ്പോസ്തലനോട് പറയുന്നത്. ഞാൻ യവനന്മാർക്ക് കടക്കാരനാണ്, ബർബരന്മാർക്ക് കടക്കാരനാണ്, ജ്ഞാനികൾക്ക് കടക്കാരനാണ്, ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്, ഞാൻ ഏവരോടും കടപ്പെട്ടിരിക്കുന്നു. ബാർബേറിയൻസ് എന്ന് പറയുന്ന ആ അപരിഷ്കൃത സമൂഹത്തിനും ഞാൻ കടക്കാരനാണ്. യവനന്മാരെന്ന് പറയുന്ന ഗ്രീക്ക് തത്വജ്ഞാനികൾക്ക് ഞാൻ കടക്കാരനാണ്. ബുദ്ധിജീവികൾക്ക് ഞാൻ കടക്കാരനാണ്. പരിഷ്കാരവും സംസ്കാരവുമില്ലാത്ത അപക്വ സമൂഹത്തിനും ഞാൻ കടക്കാരനാണ്. ഞാൻ ജ്ഞാനികൾക്ക് കടക്കാരനാണ്, ഞാൻ അജ്ഞാനികൾക്കും കടക്കാരനാണ്. എന്താണ് എൻ്റെ കടം? യേശുക്രിസ്തു എനിക്ക് തന്നതായ അത്ഭുതകരമായ സുവിശേഷത്തിൻ്റെ ശക്തി, അത് സൗജന്യമായി എനിക്ക് ലഭിച്ചതാണ്. അത് സൗജന്യമായി എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഒരു വലിയ ബാധ്യത എൻ്റെ മേൽ നിൽക്കുന്നു, ഒരു വലിയ ചുമതല എൻ്റെ മേൽ നിൽക്കുന്നു, വലിയൊരു കടപ്പാട് എൻ്റെ മേൽ നിൽക്കുന്നു. ഞാൻ കടക്കാരനാണ്. എന്താണ് എൻ്റെ കടം? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് കോരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, കാരണം അത് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ് എന്ന് കോരിന്ത്യർക്കുള്ള ലേഖനത്തിൽ അപ്പോസ്തലൻ പിന്നെയും പറയുന്നുണ്ട്. സുവിശേഷം ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് അത് വാസ്തവത്തിൽ ഭോഷത്വമായിട്ടാണ് തോന്നുക. ക്രൂശ് തന്നെ അനേകർക്കതൊരു ഭോഷത്വമല്ലേ? എന്തൊരു മണ്ടത്തരമെന്നല്ലേ ആളുകൾ വിചാരിക്കൂ. ഒരു ചെറിയ കോംപ്രമൈസ്, ഒരു ചെറിയ ഒത്തുതീർപ്പിന് ഈ യേശു തയ്യാറായിരുന്നെങ്കിൽ ക്രൂശ് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നാണ് ലോകജ്ഞാനികൾ ചിന്തിക്കുക. ശരിയാണത്. ഒരു ചെറിയ കോംപ്രമൈസ് മതി, ഒരു ചെറിയ ഒത്തുതീർപ്പിന് തയ്യാറായാൽ മാത്രം മതി, കുരിശ് ഒഴിവാക്കാം. ഡിനായിങ് ദ ക്രോസ്, കുരിശിനെ ഒഴിവാക്കുക എന്നുള്ളത് അനേകരുടെ മനസ്സിൽ വരുന്ന വലിയൊരു പരീക്ഷയാണ്. വിശ്വാസികളുടെ മുന്നിൽ തന്നെയുള്ളൊരു പരീക്ഷയാണത്. ഒരു വലിയ ടെംപ്റ്റേഷനാണത്. അതൊരു വലിയ പ്രലോഭനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുക? നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രലോഭനം വരികയാണ്. എന്താണ് പ്രലോഭനം? ആ ടെംപ്റ്റേഷൻ എന്താണ്? കുരിശ് ഞാൻ സ്വീകരിക്കണമോ അതോ കുരിശ് ഞാൻ ഒഴിവാക്കണമോ? കുരിശ് ഒഴിവാക്കിയാൽ എനിക്ക് ബഹുമതി കിട്ടും, കുരിശ് ഒഴിവാക്കിയാൽ എനിക്ക് സുഖം കിട്ടും, കുരിശ് ഒഴിവാക്കിയാൽ എനിക്ക് മാനം കിട്ടും, കുരിശ് ഒഴിവാക്കിയാൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതാപം കിട്ടും, കുരിശ് ഒഴിവാക്കിയാൽ എനിക്ക് ആളുകളുടെ മുമ്പിൽ അംഗീകരണം കിട്ടും, റെക്കഗ്നീഷൻ കിട്ടും, കുരിശ് ഒഴിവാക്കിയാൽ ബഹുമതികൾ കിട്ടും. എന്നാൽ കുരിശിനെ ഞാൻ കൈക്കൊണ്ടാലോ യാതനയാണ് എനിക്ക് ലഭിക്കുന്നത്, നിന്ദനമാണ് എനിക്ക് ലഭിക്കുന്നത്. കുരിശിനെ കൈക്കൊള്ളുന്നവന് ആക്ഷേപം ഏൽക്കേണ്ടി വരും. കുരിശിനെ സ്വീകരിക്കുന്നവന് പരിഹാസവും അവഹേളനവും നിന്ദനവും അടിക്കടി അപമാനവും നേരിടേണ്ടി വരും. കുരിശിനെ സ്വീകരിക്കുന്നവന്, കുരിശിനെ ഏറ്റുവാങ്ങുന്നവന് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തലുകളെ നേരിടേണ്ടി വരും. സമൂഹത്തിൽ അവൻ വ്യതിരിക്തനായി അറിയപ്പെടുവാൻ, വിച്ഛേദിക്കപ്പെട്ടവനായി അറിയപ്പെടും, അവൻ വേർകൂറപ്പെട്ടവനായി അറിയപ്പെടും. എന്നെല്ലാം പറഞ്ഞാൽ എന്താണ് അർത്ഥം? സുവിശേഷം അത് നമ്മെ സമൂഹത്തിൽ വിലയില്ലാത്തവരാക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അപ്പോസ്തലൻ പറയുന്നു, അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി മുഴുവൻ പഠിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, അതെൻ്റെ അഭിമാനമാണ്. അന്നത്തെ യവന തത്വജ്ഞാനം മുഴുവൻ അഭ്യസിച്ച ആ പുരാതന സമൂഹത്തിലെ ബുദ്ധിജീവിയായ സെൻറ്റ് പോൾ പറയുന്നു, എനിക്ക് സുവിശേഷം അഭിമാനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അഭിമാനമായി മാറുന്നു. സുവിശേഷം അത് ദൈവശക്തിയാണെന്ന് അറിയുന്നു, അത് ദൈവശക്തിയാണെന്ന് അനുഭവിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. നാം ഈ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യർ നമ്മെ അപഹസിക്കുമ്പോഴും, മനുഷ്യർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോഴും, മനുഷ്യർ നമുക്കെതിരായി അപവാദങ്ങൾ പറഞ്ഞ് വരുത്തുമ്പോഴും നമ്മുടെ ഹൃദയം നിതാന്ത ശാന്തത, അത്ഭുതകരമായ സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കും. അതാണ് കുരിശിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്.
കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയും, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മുമ്പിൽ വലിയൊരു സന്തോഷം വെച്ചിരിക്കുന്നു. നിത്യതയിലെ സൗഭാഗ്യം മാത്രമാണോ? യേശുക്രിസ്തുവിന് വെച്ചിരിക്കുന്ന സന്തോഷം എന്താണ്? അനേകായിരങ്ങളല്ല, ജനലക്ഷങ്ങൾ, ജനകോടികൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. എന്തോ ഒരു സന്തോഷം! അനേകർക്ക് സമാധാനം ലഭിക്കുന്നു. ലോക ജനതയ്ക്ക് ശാന്തി ലഭിക്കുന്നു. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. ഉള്ളുരുകി വലയുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. ജീവിതമാകെ തളർന്ന്, ജീവിതമാകെ വലഞ്ഞ്, ജീവിതമാകെ കുഴഞ്ഞു പോയവർക്ക് ഒരു സമാധാനത്തിൻ്റെ പാത ലഭിക്കുന്നു. സ്നേഹിതരെ, അതുകൊണ്ടാണ് പറഞ്ഞത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. ക്രൂശിനെ സഹിക്കുകയാണ്, ഭാരത്തോടെയല്ല, ദുഃഖത്തോടെയല്ല, ഇത് ഞാൻ സഹിക്കണമല്ലോ എന്നുള്ള ക്ലേശത്തോടെയല്ല, പുഞ്ചിരിയോടെ. അതാണ് സാക്ഷാത്തായ കുരിശിൻ്റെ മധുരാനുഭവം. ക്രൂശിൻ്റെ സന്തോഷാനുഭവം അതാണ്. പുഞ്ചിരിയോടെ കുരിശിനെ ഏറ്റെടുക്കുന്നു. എനിക്കൊരു പദവി ലഭിച്ചല്ലോ എന്നുള്ള വിശ്വാസത്തോടെ. ഇത് യേശുക്രിസ്തു അനുഭവിച്ചതായ ആ ക്രൂശിൻ്റെ മധുരം, അത് പിൽക്കാലത്ത് അപ്പോസ്തലന്മാർ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവർ സുവിശേഷവാഹികളായത്, സുവിശേഷം വഹിക്കുന്നവരായത്, സുവിശേഷ പ്രഖ്യാതാക്കളായത്, സുവിശേഷം പ്രഖ്യാപിക്കുന്നവരായത്, സുവിശേഷ വിളംബരം ലോകമൊട്ടാകെ ഘോഷിക്കുന്നവരായി തീർന്നത്. എത്രയോ ആളുകൾക്കാണ് സമാധാനം കിട്ടിയത്, എത്രയോ കുടുംബങ്ങളിലാണ് ശാന്തി വന്നത്. പിണങ്ങിപ്പോയി എത്രയോ പേരാണ് ഇണങ്ങിയത്, അകന്നുപോയ എത്രയോ പേരാണ് അടുത്തത്, ഭിന്നിച്ചു പോയ എത്രയോ പേരാണ് ഒന്നിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാൻ ക്രൂശിൻ്റെ അത്ഭുതകരമായ സ്വാധീനം അന്നു മുതൽ ഇന്നയോളം ജനരാശിയെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജനഹൃദയങ്ങളെ കോരിത്തരിപ്പിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ക്രൂശിൻ്റെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സുവിശേഷത്തിൻ്റെ ശക്തി കടന്നു വരികയാണ്. സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളെ ഓരോരുത്തരെയും ആനന്ദത്തിൽ ആറാടിക്കുകയാണ്. ആനന്ദത്തിൻ്റെ വേലിയേറ്റത്തിൽ നിങ്ങളെ മുക്കുകയാണ്. നിങ്ങൾ ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുരിശിൻ്റെ സന്ദേശം, കുരിശ്, സുവിശേഷ സന്ദേശം. അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് നാണമില്ല. ആളുകൾ പരിഹസിച്ചു കൊള്ളട്ടെ, വിലയില്ലാത്തതെന്ന് പറഞ്ഞു കൊള്ളട്ടെ. കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് രസകരമായ ഒരു വാക്കാണ്. കോരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നാം വായിക്കുമ്പോൾ നാമും അത്ഭുതപ്പെട്ടു പോകും. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? 2-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, 1-ാം വാക്യം, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ. ദൂരെ ഇരിക്കുമ്പോൾ ധൈര്യം. അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിലെല്ലാം ധൈര്യം. ആളെ കാണുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ, ഒരു കുറിയ മനുഷ്യൻ, ഒരു ചെറിയ മനുഷ്യൻ. ആള് ശരീരസന്നിധി ദുർബലമെന്ന് പിന്നൊരു ഭാഗത്ത് പറയും. ശരീരസന്നിധി ദുർബലം, ഒരു ദുർബലനായ മനുഷ്യൻ, കരുത്തില്ലാത്ത മനുഷ്യൻ, ശരീരം പോലും പൊക്കമില്ലാത്ത ഒരാൾ, ഒരു ശാരീരികമായ കരുത്തോ ശാരീരികമായ ഗരിമയോ ഒന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ. അകലത്തിരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ, എഴുതുന്ന വാക്കുകൾ എന്ത് കരുത്തുറ്റ വാക്കുകൾ. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ സമക്ഷത്ത്, നിങ്ങളുടെ അരികത്ത് വരുമ്പോൾ താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നും എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ധൈര്യം, സുവിശേഷത്തിൻ്റെ ശക്തി അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട് പ്രസരിച്ചുകൊണ്ടും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട് പ്രഭാവം പൂണ്ടുകൊണ്ടും അപ്പോസ്തലൻ സുവിശേഷ സന്ദേശം ലോകമെമ്പാടും വാരി വിതറുകയാണ്. സ്നേഹിതരെ, ഇതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? യെശയ്യാ 52:7,
സമാധാനത്തെ സുവിശേഷിച്ച്, സമാധാനത്തെ ഘോഷിച്ച്, നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദം എത്ര മനോഹരം. സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരുടെ പാദം മനോഹരം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. സുവാർത്താദൂതൻ, ഗുഡ് ന്യൂസ് മെസ്സഞ്ചർ, ഗുഡ് ന്യൂസ് അറിയിക്കുന്നയാൾ, സദ്വർത്തമാനം അറിയിക്കുന്നയാൾ, എന്തു മനോഹരം. സ്പീക്കിംഗ് ഹാർട്ട് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കും. ദാവീദിൻ്റെ 40-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടത് അത് സ്പീക്കിംഗ് ഹാർട്ടാണെന്നാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. സ്ക്രിപ്ചറൽ ഹാർട്ടായിരുന്നു അത്. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ഹൃദയമായിരുന്നു. 40-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് നാം കണ്ടത് മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു എന്നാണ്. സ്പീക്കിംഗ് ഹാർട്ട് ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്പീക്കിംഗ് ഹാർട്ട്, സ്പീക്കിംഗ് ഹാർട്ട് ആർക്കുണ്ടോ അവരുടെ കാല് മനോഹരമെന്ന് യെശയ്യാവ് പറയുന്നു. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരുടെ കാലത്ര മനോഹരം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. ഉല്ലാസമുണ്ടവിടെ, ആഘോഷമുണ്ടവിടെ, ആരവാരമുണ്ടവിടെ, സ്തുതിഘോഷമുണ്ടവിടെ. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ ഒരു ദൈവവിശ്വാസിയുടെ അവൻ്റെ ശരീരത്തിൽ അണിയുന്നതായ, അവൻ്റെ ശരീരത്തിൽ അവൻ ധരിക്കുന്നതായ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവവിശ്വാസി ഒരു പടയാളിയാണ് എന്നും പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുന്നവനാണെന്നും പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ പടച്ചട്ടി അണിഞ്ഞ് നിൽക്കുന്നവനാണെന്നും പടയാളി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അവൻ ധരിക്കേണ്ടതായ ആയുധ സന്നാഹങ്ങളും അവൻ ധരിക്കേണ്ടതായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എന്തെല്ലാമെന്നും എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം, നന്മയെ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും, ഒരു ഹെൽമെറ്റ് വയ്ക്കണം, അത് രക്ഷയാണ്. ഒരു അരക്കെട്ട് വേണം, അത് സത്യമാണ്. ഒരു ശരീരമാസകലമുള്ളൊരു കവചം വേണം, ഇരുമ്പ് കവചം. അതെന്താണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം അത് കവചമാക്കിക്കൊണ്ട് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തിക്കളയുവാൻ പോകുന്നതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. ഒരു വെട്ടും ഇങ്ങോട്ട് ഏൽക്കാതെ വിശ്വാസം, ആ പരിചയോടുകൂടി നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. ദൈവത്തിന് സ്തോത്രം. എല്ലാ ആയുധങ്ങളും അതെല്ലാം പ്രതിരോധിക്കാനാണ്. അറ്റാക്ക് ചെയ്യാൻ ഒരു ആയുധമുണ്ട്, അങ്ങോട്ട് വെട്ടാൻ. മറ്റെല്ലാ ആയുധങ്ങളും സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന ചെരിപ്പും നീതിയാകുന്ന കവചവും
സത്യമാകുന്ന അരക്കെട്ടും വിശ്വാസമാകുന്ന പരിചയം എല്ലാം പ്രതിരോധത്തിന്, ഡിഫെൻസിനുള്ളതാണ്. ഇങ്ങോട്ട് വരുന്ന വെട്ടുകളും ഇങ്ങോട്ട് വരുന്ന അസ്ത്രങ്ങളും തടുക്കാനുള്ളതാണ്. എന്നാൽ അങ്ങോട്ട് ശത്രുവിനെ വെട്ടാനുണ്ട് ഒരായുധം, വാള്. അതേതാ? ദൈവവചനം. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഏത് പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങൾ ജാഗരിച്ചും, പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും നിങ്ങൾ ജാഗരിച്ചും, നിങ്ങൾ പോരാടിയും കൊണ്ട് നിങ്ങളെപ്പോഴും പൂർണ്ണ ജാഗ്രതയോടെ ഇരിപ്പീൻ. വിശ്വാസത്തോടെ ജാഗരണം പുലർത്തുവീൻ. പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളെപ്പോഴും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിൽപ്പീൻ. അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കാലിൻ്റെ ചെരിപ്പ് സുവിശേഷമെന്ന ചെരിപ്പ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം. സ്പീക്കിംഗ് ഹാർട്ട്. അതാണ് 40-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടത്. എന്താണ് പറഞ്ഞത്? ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. 40:8. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളുടെ മുന്നിൽ, ദൈവജനത്തിൻ്റെ മുന്നിൽ സത്യം വിളിച്ചറിയിച്ചു കൊണ്ടിരുന്നു, സത്യം പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിൻ്റെ സുവിശേഷം നിങ്ങളുടെ കരതലത്തിൽ ഏന്തുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സുവിശേഷകരാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഭാവി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങളുടെ ഹൃദയം കൊതിപൂണ്ട് വരുന്നുണ്ടോ? സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് മഹാഭാഗ്യമാണ്. കർത്താവായ യേശുവിൻ്റെ വേല ചെയ്യുന്നത് പദവിയാണ്. സ്വർഗത്തിലെ നിത്യനായ ദൈവപുത്രൻ്റെ ഒരു സാക്ഷിയായി ഭൂമിയിൽ നിൽക്കുന്നത് മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെല്ലാം ഇതിന് താല്പര്യം വരുന്നുണ്ട്? യേശുവിൻ്റെ ഒരു വേലക്കാരനായി തീരണം, യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീരണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ഒന്നാമത് സാക്ഷ്യം വഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം കണ്ട് അനേകർ ക്രിസ്തുവിനെ കാണട്ടെ. ക്രിസ്തു ആരാണെന്ന് നിങ്ങളുടെ ജീവിതം കണ്ട് അനേകർ ഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശാന്തത കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗമ്യത കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാളിത്യം കണ്ട്, സിംപ്ലിസിറ്റി, ലാളിത്യം കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നൊബിലിറ്റി കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹിമ കണ്ട്, പോരാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എളിമ കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യസന്ധത കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാരുണ്യ വായ്പ കണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആർദ്രത കണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നന്മകൾ ലോകം കണ്ട് യേശു എങ്ങനെയുള്ളവനെന്ന് ആളുകൾ ഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൊതിയുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് ഞാൻ നിൻ്റെ വേലയ്ക്കായി വിട്ടുതരുന്നു. മരണത്തോളം ഞാൻ നിന്നെ സാക്ഷിയാകും. നാഥ, നിന്നെ ഞാൻ സാക്ഷിച്ചുകൊണ്ട് എന്നാൽ ആവത് ഞാൻ യത്നിക്കും, എന്നാൽ ആവുന്നത്ര ഞാൻ പ്രയത്നിക്കും. എൻ്റെ പണം, എൻ്റെ സമയം, എൻ്റെ സ്വാധീനം, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ ഭാവി ഉടയവനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. 5 അപ്പവും 2 മീനും വാങ്ങിയ കൈകളിലേക്ക് ഇതാ എൻ്റെ ഈ നിസ്സാര ജീവിതം ഞാനിതാ വെച്ചു തരികയാണ്. കരുണയുള്ള കർത്താവേ, 5 അപ്പവും 2 മീനോടൊന്ന് വാഴ്ത്തിയല്ലോ, അത് വാഴ്ത്തിയിട്ട് 5000ങ്ങളുടെ ഭക്ഷണമാക്കി പോഷിപ്പിച്ചല്ലോ. കർത്താവേ, ഇന്ന് ഈ സമയത്ത് ഞാനിതാ എൻ്റെ ആയുസ് നിൻ്റെ ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയ കരങ്ങളിലേക്ക് ഈ നിസ്സാരപ്പെട്ട ജീവിതം ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ശരീരത്തിന് ശക്തിയില്ല, എൻ്റെ ശരീരത്തിന് ആരോഗ്യം പോരാ കർത്താവേ, എൻ്റെ ശരീരത്തിന് സൗന്ദര്യമില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എനിക്ക് വലിയ പഠിപ്പില്ല, എനിക്ക് വലിയ പണക്കൊഴുപ്പില്ല, എനിക്ക് വലിയ വരുമാനമില്ല. കർത്താവേ, എനിക്ക് എന്നെ സ്നേഹിപ്പാൻ പക്ഷേ പലരും തയ്യാറല്ല. എന്നാൽ നാഥ, എന്നെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് എനിക്ക് വേണ്ടി ചങ്ക് തുറന്ന ക്രിസ്തുവിൻ്റെ പാദത്തിൽ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എൻ്റെ പാപം പോക്കുവാൻ ക്രൂസിൽ മരിച്ച യേശുവേ, എൻ്റെ പാപത്തിൻ്റെ
പരിഹാരമായി ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ക്രൂസിൽ വഹിച്ച് എനിക്ക് നിത്യനരകം ഒഴിവാക്കി തന്ന യേശുവേ, നിത്യസ്വർഗത്തിൻ്റെ അവകാശം തന്ന യേശുനാഥ, ഇന്ന് ഞാനിതാ ഒരു വ്യവസ്ഥയും കൂടാതെ എൻ്റെ ആയുസ് നിൻ്റെ അത്ഭുതകരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. ഉടയവനെ, കണ്ണുകുരുടനെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിൻ്റെ കരം കർത്താവേ, ആ പാവപ്പെട്ട കുഷ്ഠരോഗിയുടെ മേൽ വെച്ച് അവന് സൗഖ്യം നൽകിയ ക്രിസ്തുവിൻ്റെ കരം നാഥ, 18 കൊല്ലമായി കൂന് ബാധിച്ച സ്ത്രീയുടെ മുതുകത്ത് തൊട്ട് അവളുടെ കൂന് നിവർത്തിയ കരം ഉടയവനെ നാഥ, 38 കൊല്ലമായി തളവാദം ബാധിച്ച മനുഷ്യൻ്റെ അരികിലേക്ക് നടന്നിയെന്ന ക്രിസ്തുദേവൻ്റെ പരിശുദ്ധ കരം ഇപ്പോൾ ഞാനിതാ മൊത്തിക്കൊണ്ട് ഞാൻ തിരുവൻപാകെ ഒരു വാക്ക് പറയുന്നു. ഇനി മുതലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്, ഇനി മുതലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അധിപതി നീയാണ്. ഞാനിതാ എന്നെ നിനക്ക് തരുന്നു, എൻ്റെ ഭാവി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണ കാഴ്ചയായി നിനക്ക് തരുന്നു. ഇങ്ങനെ തീരുമാനമുള്ളവര് ദൈവമക്കളെ, നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിനായി നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവിനോട് വാക്ക് പറയാമോ? ദൈവജനമേ, യേശുവിൻ്റെ കൈകളിലേക്ക് ജീവിതം വെച്ച് കൊടുത്തുകൊണ്ട് പുതിയ പ്രതിഷ്ഠ എടുക്കുവീൻ, പുതിയ തീരുമാനം എടുക്കുവീൻ, യേശുവിനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമ, ഇന്നു മുതൽ ഞാൻ നിന്റെ വേലക്കാരൻ, ഞാൻ നിന്റെ വേലക്കാരി, ഇന്നു മുതൽ ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസി, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ ശിരസിന്മേൽ അവിടുത്തെ കരം വെക്കണമേ. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ അവിടുത്തെ കരം കയറി പിടിക്കണമേ. എൻ്റെ കർത്താവേ, രോഗസൗഖ്യം അയക്കണമേ, ഭൂതബാധകൾ മാറ്റണമേ, പൈശാചികന്റെ ഭോഷ്കിന്റെ കോട്ടകൾ തകർത്ത് അനേകരെ വിടുവിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.